ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ തിരുസന്നിധി നിർത്തിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ പാസ്റ്റർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്. എൻ്റെ മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവളുടെ ആവശ്യമായിട്ട് ഞാൻ നിരന്തരമായിട്ട് പാസ്റ്ററിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു, മെസ്സേജ് ഇടുമായിരുന്നു. പഠിക്കാൻ ഇച്ചിരി പുറകോട്ടായിരുന്നെങ്കിലും +2 എക്സാം പാസ്സാവണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും പാസ്റ്റർ മെസ്സേജ് അയക്കും, പാസ്റ്റർ ഇന്ന സബ്ജക്റ്റാണ് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ മാർച്ചിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ പങ്കെടുത്തു. അന്ന് അവിടെ തലയിൽ കൈവച്ച് പാസ്റ്റർ പറഞ്ഞു, മെയിൽ അവിടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണെന്ന്. ഞാൻ അത് ഏറ്റെടുത്തു. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പാസ്റ്റർ മെസ്സേജ് അയക്കുമായിരുന്നു. മെയിൽ റിസൾട്ട് വന്നു, എൻ്റെ കുഞ്ഞു പാസ്സായി. അവിടെ ആഗ്രഹം പോലെ അവൾക്ക് കുണ്ട്രയിൽ ഞാൻ 5ലും കുണ്ട്രയിലുമാണ് നേഴ്സിങ്ങിൻ്റെ ആവശ്യത്തിന് പേപ്പർ കൊടുത്തത്. അവൾക്ക് കുണ്ട്രയിൽ വരാനായിരുന്നു ആഗ്രഹം. അവിടെ തന്നെ അവൾക്ക് അഡ്മിഷനും കിട്ടി. മുന്നോട്ടുള്ള പഠനത്തിൽ അവൾക്ക് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരുമിച്ച് എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവർക്ക് ഏറ്റവും വലിയ ഭാരമായിരുന്നു ഈ മോള് പാസ്സാകത്തില്ലെന്നുള്ളതായിരുന്നു ചിന്ത. അറിയാം, ബന്ധുക്കാർക്ക് വരെ അത് വ്യക്തമായിട്ട് അറിയായിരുന്നു. പക്ഷെ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞേ. ഇതേപോലെ ഒരു 72 മണിക്കൂറിൽ മുടങ്ങാതെ ഇതിനകത്തിരുന്ന് ഒരു രാത്രിയിൽ മോളെ ദൈവം സ്പർശിച്ചു കയറി. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. സ്കൂളിൽ വരെയും അത് ഭാരമായിരുന്നു. പക്ഷേ കർത്താവ് ഇന്ന് അവിടെ നേഴ്സിങ്ങിൻ്റെ അഡ്മിഷനും കൂടെ കൊടുത്തു. ദൈവം അത്ഭുതകരമായി നടത്തിയതിനായിട്ട് ഒന്ന് കര ഉയർത്തി. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു?